ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിടിലൻ ടോപ്പിക്കാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും എഴുതുന്നതുമൊക്കെ ഒരു ലെവൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്ന്. അതെ, ഇംഗ്ലീഷിലെ 4 പ്രധാനപ്പെട്ട സെന്റൻസ് ടൈപ്പുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ നിങ്ങളുടെ സെന്റൻസുകൾക്കെല്ലാം ഒരേ ടോണാണോ, ഒരേപോലെയാണോ തോന്നുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇത് ഒരുപാട് പേർക്ക് പറ്റുന്നൊരു കാര്യമാണ്. ഇതിനെ ഒരു ബോറൻ ഗ്രാമർ ക്ലാസ് ആയിട്ട് കാണണ്ട. പകരം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പുതിയ സൂപ്പർ പവറായിട്ട് കണ്ടാ മതി. അപ്പൊ റെഡിയല്ലേ നിങ്ങളുടെ സംസാരവും എഴുത്തും ഒക്കെ കുറച്ചുകൂടി പവർഫുൾ ആക്കാൻ? ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമ്മൾ ഓരോ തരം സെന്റൻസ് ആയിട്ടെടുത്ത് അത് എങ്ങനെയാണ് നമ്മുടെ സംഭാഷണങ്ങളെ അടിപൊളിയാക്കുന്നതെന്ന് നോക്കാൻ പോവാണ്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയാവുന്നതുമായ ഒന്നാണിത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിന്റെ പണി എന്താണെന്നോ? വിവരം തരിക, ഒരു കാര്യം പറയുക, അത്രയുള്ളൂ. നിങ്ങൾ ദിവസവും സംസാരിക്കുന്ന മിക്ക കാര്യങ്ങളും, അതായത് ഞാൻ ചായ കുടിച്ചു എന്നോ ഇന്ന് നല്ല മഴയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്, അതെല്ലാം ഡിക്ലറേറ്റീവ് സെന്റൻസുകളാണ്. ഒരു കാര്യം പറയുന്നു, അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. സംഭവം സിമ്പിൾ. ഇവിടെ നോക്കൂ, ദ സ്കൈ ഇസ് ബ്ലൂ, ആകാശം നീലയാണ്. ഇതൊരു ഫാക്ട്, ഒരു സത്യം പറയുന്നു. അടുത്തത്, ഐ ലവ് ലേണിംഗ് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ്. ഇതൊരു അഭിപ്രായമാണ്. അപ്പൊ കണ്ടില്ലേ, ഒരു ഫാക്ട് പറയാനോ ഒരു അഭിപ്രായം പറയാനോ ഒക്കെ നമ്മളിത് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ കാര്യങ്ങൾ പറയാൻ, അതായത് സ്റ്റേറ്റ്മെന്റ്സ് നടത്താൻ പഠിച്ചു. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ എങ്ങനെ ചോദിച്ചറിയും, അല്ലേ? അവിടെയാണ് നമ്മുടെ അടുത്ത ആള് വരുന്നത്, ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിന്റെ പ്രധാന ജോലി ചോദ്യം ചോദിക്കുക എന്നതാണ്. സംഭാഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം മറക്കരുത്, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിർബന്ധമാണ്. ഉദാഹരണത്തിന്, വാട്ട് ഈസ് യുവർ നെയിം അല്ലെങ്കിൽ ഡു യു ലൈക്ക് ഇംഗ്ലീഷ്? ഈ ചോദ്യങ്ങളെല്ലാം എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ വേണ്ടിയുള്ളതാണ്, അല്ലേ? ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇംഗ്ലീഷില് ഒരു സ്റ്റേറ്റ്മെന്റിനെ ചോദ്യമാക്കി മാറ്റാൻ പലപ്പോഴും വാക്കുകളുടെ ഓർഡർ ഒന്ന് മാറ്റിയാൽ മതി. ഇവിടെ നോക്കൂ, യു ആർ റെഡി, നിങ്ങൾ തയ്യാറാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റാണ്. ഇതിലെ ആർ എന്ന വാക്കിന് മുന്നോട്ടിട്ടാൽ എന്തായി? ആർ യു റെഡി, നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യമായി. കണ്ടോ എത്ര സിമ്പിളാണെന്ന്? ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്. ശരി, അപ്പൊ നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് പറയാനും ചോദ്യം ചോദിക്കാനും അറിയാം. ഇനി അടുത്തത്, മറ്റുള്ളവരോടൊരു കാര്യം ചെയ്യാൻ എങ്ങനെ പറയും, ഒരു നിർദ്ദേശം എങ്ങനെ കൊടുക്കും? അവിടെയാണ് ഇംപെറേറ്റീവ് സെന്റൻസുകൾ വരുന്നത്. നിങ്ങളൊരു റെസിപ്പി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ആ വാതിലൊന്ന് അടയ്ക്കാമോ എന്ന് പറയുമ്പോൾ, അതുമല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് ടേൺ റൈറ്റ് എന്ന് പറയുമ്പോൾ, ഇതെല്ലാം ഇംപെറേറ്റീവ് സെന്റൻസുകളാണ്. അതായത് ഒരു കൽപ്പന, ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന, ഇവയെല്ലാമാകാം. പ്ലീസ് സിറ്റ് ഡൗൺ, ദയവായി ഇരിക്കുക. ഇതൊരു റിക്വസ്റ്റാണ്, അല്ലേ? ഓപ്പൺ യുവർ ബുക്ക്, പുസ്തകം തുറക്കൂ, ഇതൊരു നിർദ്ദേശമാണ്. ലിസൺ കെയർഫുള്ളി, ശ്രദ്ധയോടെ കേൾക്കൂ, ഇതും ഒരു നിർദ്ദേശമാണ്. ഇതെല്ലാം ഇംപെറേറ്റീവാണ്. ഇതിന്റെ ഒരു രസം എന്താണെന്നറിയോ? നമ്മൾ പറയുന്ന ആ ഒരു ശക്തിക്കനുസരിച്ച് ഇത് ചിലപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പിൽ തീരാം, അല്ലെങ്കിൽ ഒരു ആശ്ചര്യചിഹ്നത്തിൽ തീരാം. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വരാം, അല്ലേ? അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ആളിലേക്ക് കടക്കാം. ഇത് നമ്മുടെ സംസാരത്തിനും എഴുത്തിനുമൊക്കെ ഒരു ഇമോഷണൽ ടച്ച് കൊടുക്കുന്ന ഒന്നാണ്. ശക്തമായ വികാരങ്ങൾ കാണിക്കാനുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ. ചില സമയങ്ങളിൽ വെറും വാക്കുകൾ പോരാതെ വരും, അല്ലേ? നമ്മുടെ ഉള്ളിലെ ആ ഒരു ഫീലിംഗ്, ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആശ്ചര്യം, അതൊക്കെ പുറത്തു കൊണ്ടുവരണം. അവിടെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ നമ്മളെ സഹായിക്കുന്നത്. ആ അവസാനത്തെ ആശ്ചര്യചിഹ്നമല്ലേ, അത് നിങ്ങളുടെ ശബ്ദത്തിലെ ആവേശം തന്നെയാണ് കാണിക്കുന്നത്. ദാ ഈ ഉദാഹരണങ്ങൾ നോക്കൂ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, എന്തൊരു നല്ല ദിവസം, ആ ഒരു സന്തോഷം അതിലുണ്ട്. ദാറ്റ് മൂവി വാസ് അമേസിംഗ്, ആ സിനിമ കിടിലനായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടോ? അതാണ് ഈ സെന്റൻസുകളുടെ പവർ. അപ്പോ നമ്മൾ 4 തരം സെന്റൻസുകളും പഠിച്ചു കഴിഞ്ഞു. ഇവ 4ഉം ചേരുമ്പോഴാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ടൂൾ കിറ്റ് കിട്ടുന്നത്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ സംഭവം ഇതാണ്. ഡിക്ലറേറ്റീവ്
ഒരു കാര്യം പറയാൻ. ഇൻട്രോഗേറ്റീവ് ഒരു കാര്യം ചോദിക്കാൻ. ഇമ്പറേറ്റീവ് ഒരു കാര്യം ചെയ്യാൻ പറയാൻ. പിന്നെ എക്സ്ക്ലമേറ്ററി നമ്മുടെ ഫീലിംഗ്സ് കാണിക്കാൻ. ഈ ടേബിൾ നോക്കിയാൽ എല്ലാം ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കംപ്ലീറ്റ് ടൂൾ കിറ്റ് ഉണ്ട്. എങ്ങനെ ഒരു കാര്യം സിമ്പിളായിട്ട് പറയണം, എങ്ങനെ സംശയം ചോദിക്കണം, എങ്ങനെ നിർദ്ദേശം നൽകണം, പിന്നെ എങ്ങനെ നിങ്ങളുടെ സന്തോഷവും അത്ഭുതവുമൊക്കെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചു. ഇത് നിങ്ങളുടെ സംസാരത്തെയും എഴുത്തിനെയും തീർച്ചയായും കൂടുതൽ ഡൈനാമിക് ആക്കും. ഇനി നിങ്ങളുടെ ടേൺ ആണ്. കേട്ട കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കണം. ഈ 4 ടൈപ്പില് ഏതാണ് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് മാസ്റ്റർ ചെയ്യാൻ പോകുന്നത്? ഈ അറിവ് നിങ്ങളുടെ ഇംഗ്ലീഷ് യാത്രയിൽ ഒരു വലിയ ഹെൽപ്പാകട്ടെ എന്ന് ആശംസിക്കുന്നു.